ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇറ്റുനോവിൻ്റെ കാലം എന്ന ശുശ്രൂഷ സ്വർഗം നമുക്ക് തരികയാണ്. കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനും അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായി സ്വർഗം നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. എൻ്റെ സഹോദരങ്ങളെ, എന്തിനാണ് ഈ ഒരു സമയത്ത് ഇപ്രകാരം ഒരു ശുശ്രൂഷ നമ്മുടെ കർത്താവ് നമുക്കായി നൽകിയിരിക്കുന്നത്? നമ്മളായിരിക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും ആത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മൾ വിവേചിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുവാൻ കഴിയും. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലയളവിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ആയിരിക്കുന്നത്. ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്കറിയാം. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും മാറ്റങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രതിസന്ധികളും ലോകം മുഴുവനിലും സംഭവിക്കുന്ന ആഗോളപരമായ ഈ മാറ്റങ്ങളും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം വരാൻ പോകുന്ന ഒരു ആത്മീയ ഉണർവിൻ്റെ മുന്നോടിയാണ്. തൻ്റെ ജനത്തെ കർത്താവ് ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ലോകത്തിൽ നിന്ന് നടമാടുന്ന ദൈവനിഷേധവും ദൈവദൂഷണവും വിശ്വാസരാഹിത്യവും കർത്താവിനെ പ്രതി നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതി നമുക്കിന്ന് ഉഗ്രമായ പീഡനങ്ങൾ എത്രയോ നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളാണ് ദിനംതോറും രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും വിശ്വാസത്തിനു വേണ്ടി നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരങ്ങളാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. പാപമ്ലേച്ഛതയുടെ അതിപ്രസരങ്ങൾ മൂലം സ്നേഹം തണുത്തുപോയിരിക്കുന്നു, സ്നേഹരാഹിത്യം സംഭവിച്ചിരിക്കുന്നു. സ്നേഹം തണുത്തുപോയതുകൊണ്ട് ബന്ധങ്ങൾ ഇന്ന് ശിഥിലീകരിക്കപ്പെടുന്നു, കുടുംബങ്ങൾ താറുമാറാകുന്നു. എവിടെയും ഭിന്നതയും വിഭാഗീയതയും അനൈക്യവും കലഹവും മാത്സര്യവും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഈ അടയാളങ്ങളിലൂടെയെല്ലാം നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും അനേകരെ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നിത്യജീവനായി നേടുവാനുമുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. തുറന്നു വരുന്ന ഈ 40 ദിനങ്ങൾ ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ലോകത്തിന് വിവിധ രാജ്യങ്ങളിലിരുന്ന് പല കുടുംബങ്ങളിലും സമൂഹത്തിലുമായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ശിലുക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ
നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവ് നമ്മോട് ചോദിക്കുകയാ, എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? കാലത്തിന്റെ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും തിരിച്ചറിയുവാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? കർത്താവിന്റെ വേദനയാണിത്. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റായി സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കൃത്യമായി അറിയുന്നുണ്ട്. എന്നാൽ ആനുകാലിക സംഭവങ്ങൾ വഴി സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങള്, കാലത്തിന്റെ അടയാളങ്ങളിലൂടെ കർത്താവ് നൽകുന്ന ആലോചനകള്, ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളിലൂടെ നമ്മോട് സംസാരിക്കുന്ന ആത്മാവിന്റെ ശബ്ദം എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനാവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, ആലോചന ഞങ്ങൾക്ക് തരണമേ, അതിനാവശ്യമായ അഭിഷേകം തരണമേ. കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ഞങ്ങളെ സ്വന്തം ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 10-ാം വചനത്തിൽ എസ്തഫാനോസിനെ കുറിച്ച് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. വി ആർ ചോസൺ. സ്വർഗത്തിന് വിളി ലഭിച്ചവരെ. എന്തിനു വേണ്ടി? ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, സഭയുടെ നവീകരണത്തിനു വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, അനേക യുവജനങ്ങളുടെ നിത്യജീവനു വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത കർത്താവിന്റെ വിശുദ്ധ പാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവിന്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവനിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകശക്തികളെ അതിജീവിച്ചുകൊണ്ട്, ജഡീകമായ ശക്തികളെ അതിജീവിച്ച്, പിശാചൊരുക്കുന്ന കെണികളെ, ചതികളെ, വഞ്ചനകളിൽ ഉൾപ്പെടാതെ കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാനും, നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അഭിഷേകത്തിനു വേണ്ടി നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, കുടുംബങ്ങളിലായിരിക്കുന്നവരും സമൂഹങ്ങളിലുള്ളവർക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു കുടുംബമായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഇറങ്ങി വരുന്ന സമയം, കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സമയം, നമുക്ക് വേണ്ടി ആത്മാവ് ഇടപെടുന്ന സമയം, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം, ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ 40 ദിനങ്ങളിലെ എല്ലാ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട്, ആത്മാവിനെ അടിയറു വെച്ചുകൊണ്ട്, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഒരു മനസ്സോട് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ജ്ഞാനത്തിന്റെ അഭിഷേകം, അറിവിന്റെ അഭിഷേകം, ആലോചനയുടെ അഭിഷേകം, പ്രവചന അഭിഷേകം ഞങ്ങൾക്ക് പകരണമേ, ഞങ്ങളിലേക്ക് നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കരമുയർത്തി ഒറ്റ വിളി, ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, we worship, we worship. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ദേശാന്തരങ്ങളെ ശുദ്ധീകരിക്കണമേ,
സഭയെ നവീകരിക്കണമേ. ലോകരാജ്യങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ വരണമേ, 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 ഞങ്ങളോട് സംസാരിക്കണമേ. ആമേൻ, ആമേൻ. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് എല്ലാവരും ആമേൻ, ആമേൻ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. എല്ലാവരും ഉണർവോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവേ കൃപ തരണമേ, ജ്ഞാനം നൽകണമേ. ലോകത്തിൽ ജനകോടികളിൽ സുവിശേഷത്തി പടരുന്നു. ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ആത്മാവിൽ ഉണർവ് വ്യാപരിക്കട്ടെ, റിവൈവൽ ഉണ്ടാകട്ടെ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. അമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മയോട് നൽകപ്പെടുന്ന പ്രബോധന സന്ദേശങ്ങൾ വിശ്വസിച്ച് ജീവിക്കാൻ കൃപ തരണമേ. ലാസലേറ്റും ഫാത്തിമയും മെജുഗൊറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ആമേൻ. എന്താണ് ചൊല്ലുന്നത്? ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു. തിന്മകൾ നന്മയ മാറ്റിയിടുന്നു. ദൈവനിഷേധവും വിശ്വാസത്യാഗവും ലോകത്തിലെങ്ങും പെരുകിയിടുന്നു. കർത്താവേ അഭിഷേകം തരണമേ. കാലത്തെ വ്യാഖ്യാനിക്കാനുള്ള കൃപ തരണമേ. ജീവിതങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവേ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. അനേക യുവജനങ്ങളെ വീണ്ടെടുക്കണമേ. പെരുകിയിടുന്നു. സാത്താൻ കുതന്ത്രങ്ങൾ മെനയുന്നു. സഭയെ തകർക്കുവാൻ നോക്കുന്നു. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ. തൂവള്ള വസ്ത്രവും കരുതിയിടട്ടെ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക? കർത്താവേ കൃപ തരണമേ. വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് ജീവിക്കുക, വിശുദ്ധിയുടെ മേലങ്കി അണിഞ്ഞ് ജീവിക്കുക. കൃപ തരണമേ. ലോർഡ് അനോയിന്റ്, അനോയിന്റ് ലോർഡ്. നിനക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാഥൻ വരും. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. ഞങ്ങളത് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന കർത്താവേ. കർത്താവിൻ വരവാഗതമായി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അനോയിന്റിങ്ങിന് വേണ്ടി നമ്മളെ സ്വയം വിശുദ്ധീകരിക്കുവാൻ, അനേകരെ വീണ്ടെടുക്കുവാൻ, നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, ഈ തലമുറയെ വീണ്ടെടുക്കുവാനുള്ള അഭിഷേകത്തിനായി, ആത്മശക്തിക്കായി നമ്മൾ ഒന്നിച്ച് കരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അഭിഷേകം പകരണമേ. ലോർഡ് അനോയിന്റ്. കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, യുവജനങ്ങളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് അഭിഷേകം പകരണമേ. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു,
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഒരു നിമിഷം സാധിക്കുന്ന എല്ലാവരും കർത്താവിന്റെ തിരുമുൻപിൽ കരങ്ങൾ പരസ്പരം കോർത്തുപിടിച്ച് സഭയുടെ പൊതുവിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരു മനസ്സോടെ ഈ 40 ദിനങ്ങളിലും നമ്മൾ സഭയുടെ പൊതുവിശ്വാസ പ്രമാണം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരുവചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നത്. നമുക്ക് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിനിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും 3 നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വലിയ പ്രതിസന്ധികളുടെയും മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടമാണ്. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പ്രവചിച്ചിരിക്കുന്ന വെളിപാടിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാ ഫാത്തിമയിൽ ഇപ്രകാരം ലൂസിയോട് പറഞ്ഞ, മകളെ, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്നത്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടം. സയൻസ് അതിനെ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ ഇന്ന് എന്തൊരു ചൂടാണ്! ഓരോ ദിവസവും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തണുപ്പുള്ള പല രാജ്യങ്ങളിലും വിന്റർ ഇന്ന് ഈ പ്രാവശ്യം അധികം ലഭിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ ലോകവ്യാപകമായി കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടം. വെളിപാടിൽ 6 നമ്മൾ കാണുന്നുണ്ട് പകർച്ചവ്യാധികളുടെയും മഹാമാരികളുടെയും കാലഘട്ടം, വന്യമൃഗങ്ങളുടെ ആക്രമണം, കൊടിയ ക്ഷാമം, വരൾച്ച, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ തിരുവചനങ്ങൾ നമുക്ക് വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇറ്റുനോവിൻ്റെ കാലം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഇന്നേ ദിനത്തിൽ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ ഈശോ പഠിപ്പിച്ചത്? ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്? ഈ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വചനത്തിലോട്ട് വരണം. അവിടെ ഈശോയും ശിഷ്യന്മാരും തനിച്ച്, ശ്രദ്ധിക്കണമേ, തനിച്ച് ഒലിവുമലയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ,
അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളങ്ങൾ ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണമേ. ശിഷ്യന്മാർ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് പല അടയാളങ്ങളും നൽകുന്നതായി തുടർന്നു വരുന്ന വചനഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ശ്രദ്ധാപൂർവം സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിക്കാം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിച്ചു വായിക്കണമേ. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വഴിയിലായിരിക്കുന്നവരെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് എന്തുമാത്രം ആത്മാക്കളാണെന്ന് വഴിതെറ്റിപ്പോകുന്നത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. ലൗകികരും ജഡീകരുമായി ഇന്ന് അനേകം ആത്മാക്കൾ വഴിമാറിപ്പോകുന്നു. യേശു പറഞ്ഞു, വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. 5-ാം വചനത്തിൽ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാജ പ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും തെറ്റായ പ്രബോധനങ്ങള്, വ്യാജ പ്രബോധനങ്ങള്, സത്യവചനത്തിന് വിരുദ്ധമായ തെറ്റായ പഠനങ്ങളും പ്രബോധനങ്ങളും ഇന്നൊരുപാട് സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വീണ്ടും 6-ാം വചനത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. ലോകത്തിൽ പല രാജ്യങ്ങളിലും യുദ്ധക്കെടുതികൾ സംഭവിക്കുന്നു. യുദ്ധഭീഷണികൾ പല രാജ്യങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ലോകത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. നമ്മൾ അസ്വസ്ഥരും അസംതൃപ്തരുമായി മാറരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. ഈ അടയാളങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട പ്രധാന നാളുകളാണിത്. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഇത് തിരിച്ചറിയാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. ഇതെല്ലാം ആരംഭം മാത്രമാണ്. വീണ്ടും 7-ാം വചനത്തിൽ യേശു പറഞ്ഞു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഈ അടയാളങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിട്ട് 8-ാം വചനത്തിലോട്ട് വരുമ്പോൾ ഈശോ പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഒരുമിച്ച വചനം ഏറ്റു പറഞ്ഞേ, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഈ ഈറ്റുനോവിന്റെ കാലത്തിലാണ്. ശ്രദ്ധിക്കണമേ, ഈറ്റുനോവിന്റെ സമയത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവിന്റെ സന്ദർശന ദിനത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കർത്താവിന്റെ സന്ദർശന ദിനത്തിനായി എൻ്റെ ജനമേ ഒരുങ്ങിക്കൊള്ളുക. ഇത് സ്വർഗം തരുന്ന പ്രൊഫസിയാണ്. ഇത് സ്വർഗത്തിന്റെ പ്രവചന വചനമാണ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഇത് വലിയ ആത്മീയ ഒരുക്കത്തിനുള്ള സമയമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. വലിയ ആത്മീയ ഒരുക്കത്തിന്റെ സമയം. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിനി സമയം കളയാനില്ല. ഈ ലോകത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, ഈ ലോകം തരുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടി, ജഡീകതയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇനി സമയം കളയാൻ നമുക്കില്ല. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. എന്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളുക? കർത്താവിനെ സ്വീകരിക്കുവാനായി, കർത്താവിൻ്റെ വചനത്തെ സ്വന്തമാക്കുവാനായി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ സ്വയം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി
കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി, സഭയുടെ നവീകരണത്തിനു വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ നിത്യ രക്ഷയ്ക്ക് വേണ്ടി നമ്മോട് ഒരുങ്ങിക്കൊള്ളുവാൻ സ്വർഗം ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിന്റെ പ്രൊഫസിയാണ്, സ്വർഗം തരുന്ന പ്രവചന സന്ദേശമാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. ഈ അടയാളങ്ങളും മുന്നറിയിപ്പുകളൊക്കെ കാണുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന അവിടുത്തെ വിശ്വസ്തരായ ആത്മാക്കള്, കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവരെന്ത് ചെയ്യും? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. ഒരുമിച്ച വചനം വായിച്ച് ഇതെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും, ശ്രദ്ധിക്കണമേ, അവനെ ഒന്നിച്ചു വായിച്ച്, അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച്, വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പാടിയത്, വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. ഒന്ന് പറഞ്ഞ് പാടിക്കേ, വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. ഇതെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വെണ്മയുള്ളവരാക്കുകയും ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ ആത്മാവില്ലാത്തവർ, ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടവർ, ഈ ലോകത്തിന് ദേവനായ പിശാച് മനസ്സിനെ അന്ധമാക്കിയ ആത്മാക്കൾ എന്തു ചെയ്യും? അവർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ഈ അടയാളങ്ങള്, മുന്നറിയിപ്പുകള്, സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങള് അവർ ഗ്രഹിക്കുകയില്ല. എന്നാൽ ആത്മാവിന്റെ ജ്ഞാനമുള്ള ആത്മാക്കള് ഇതെല്ലാം ഗ്രഹിച്ച് അവരെ തന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പശ്വൻ ഒന്നാമതായി ശ്രദ്ധിച്ച, ഒന്നാമതായി നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്, അതാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ. നമ്മുടെ സ്വന്തം ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയമാണിതെന്ന് സ്വർഗം നമ്മോട് പറയുകയാണ്. രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ യേശു പഠിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇതാണ് സഹോദരങ്ങളെ വേൾഡ് ഇവാഞ്ചലൈസേഷൻ, ലോക സുവിശേഷവൽക്കരണം. കർത്താവായ യേശു നേടിത്തന്ന നിത്യമായ രക്ഷയിലേക്ക് ഈ കാലഘട്ടത്തെ നയിക്കുവാൻ, ഈ തലമുറയെ വീണ്ടെടുക്കുവാനുള്ള വലിയ ദൗത്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ പങ്കാളികളാണ്. കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സൽ മിഷനാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് മാമുദീസ കൊടുക്കുക. ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കൂ. ഇത് കർത്താവിന്റെ പ്രോമിസാണ്, കർത്താവിന്റെ പ്രോമിസാണ്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഉറപ്പ് വരുത്തി, രണ്ടാമത് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാൻ, ഈ തലമുറയെ കർത്താവിനായി നിത്യജീവനായി വീണ്ടെടുക്കുവാനുള്ള അധ്വാനവും പ്രാർത്ഥനയും പ്രവർത്തനവും നമുക്കുണ്ടാകണം. ഈറ്റുനോവിൻ്റെ കാലത്തിലൂടെ സ്വർഗത്തിന് നമ്മോട് പറയാനുള്ള പ്രധാന മെസ്സേജ് ഇതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന 3 കാലങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. 3 സുവിശേഷങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം, ലൂക്കാസിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കിത് കാണാൻ കഴിയും.
3 സുവിശേഷകർ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ആ 3 കാലങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാലമായി ഈശോ പറയുന്നത് വേദനകളുടെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ ഈറ്റുനോവിൻ്റെ കാലം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:1 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വേദനകളുടെ ആരംഭം, ഈറ്റുനോവിൻ്റെ കാലം നമുക്ക് കാണാൻ പറ്റും. ഇതിനോട് ബന്ധപ്പെട്ട് വെളിപാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ കാണാം 7 മുദ്രകൾ. 7 മുദ്രകൾ തുറക്കുന്ന, 7 മുദ്രകൾ പൊട്ടിക്കുന്ന ആ ദിനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 7 മുദ്രകൾ തുറക്കപ്പെടുന്ന സമയത്ത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം, വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ചുമ്മാ അതൊരു തമാശയല്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ തിരുസഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു ചാക്രിക ലേഖനമുണ്ട്. മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ എന്നാണ് ചാക്രിക ലേഖനത്തിൻ്റെ പേര്. റിതം തോറീസ് മാഥേർ എന്നാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ലാറ്റിൻ പേര്. മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ. ഈ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയുടെയും ലോകത്തിൻ്റെയും അന്ത്യസംഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എന്നാണ് വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. റിതം തോറീസ് മാഥേർ, രക്ഷകന്റെ അമ്മ. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് പലരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അതൊക്കെ ആ കാലഘട്ടത്തിന് വേണ്ടി വെറുതെ എഴുതി വെച്ചതാണ് എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമുണ്ട്. നമ്മൾ അതിനൊന്നും എതിരല്ല പ്രിയപ്പെട്ടവരെ, അതൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ തന്നെ. പക്ഷേ അത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഈ കാലഘട്ടത്തെക്കുറിച്ച്, ലോകത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, സഭയിൽ സംഭവിക്കുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചെല്ലാം വ്യക്തമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ യോഹന്നാൻ ശ്ലീഹ ഇതെല്ലാം എഴുതുകയും കർത്താവ് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞത് എന്താ പറഞ്ഞത്? ലോകത്തെയും സഭയെയും കുറിച്ച്, അതിൻ്റെ അന്ത്യസംഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണ്, സഭയോട് പറഞ്ഞ വാക്കുകളാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം ഒരു തമാശയല്ല, അതൊരു നേരം പോക്കല്ല, അതൊരു ഇതിൽ കൽപ്പിത കഥയല്ല. ഈ കാലഘട്ടത്തിന് വേണ്ടി സ്വർഗം തന്നിരിക്കുന്ന പ്രവചന സന്ദേശങ്ങളാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വെളിപാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ആ വചനങ്ങളിൽ 7 മുദ്രകൾ തുറക്കപ്പെടുന്നൊരു കാലമുണ്ട്. അതാണ് ഈറ്റുനോവിൻ്റെ കാലം, വേദനകളുടെ ആരംഭം. നമ്മൾ സാധിക്കുന്നവർക്ക് പരിശുദ്ധ ബൈബിൾ നിവൃത്തി നിങ്ങൾ ഒരുമിച്ച് വചനം വായിക്കണം. രണ്ടാമത് ആ കാലത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാലം, മക്കളെ അത് ഡിസ്പ്ലേ ചെയ്യുക. രണ്ടാമത്തെ കാലം ഭീകര ദുരിതങ്ങളുടെ കാലം. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ ഈ രണ്ടാമത്തെ കാലം കാണാം. ഭീകര ദുരിതങ്ങളുടെ കാലം. ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കുമെന്ന് കർത്താവും അപ്പോസ്തലന്മാരും മുന്നമേ പ്രവചിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല, എൻ്റെ വചനം മാറിപ്പോവുകയില്ല. ഇത് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരു കഠിന പരീക്ഷയിലൂടെ സകല ഭൂവാസികൾ കടന്നു പോകേണ്ടി വരും. വെളിപാട് 3:10 ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല ഭൂവാസികളെയും പരിശോധിക്കുവാനായി ഉണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളായി മാറണം. എൻ്റെ സഹോദരങ്ങളെ, ഭീകര ദുരിതങ്ങളുടെ കാലം, അങ്ങനെ സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. കഷ്ടതയുടെ ഉഗ്ര പീഡനത്തിൻ്റെ കാലം. ലോകം ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്ര പീഡനങ്ങൾ ആ കാലത്തിൽ ഉണ്ടാകുന്ന ഈശോ പറഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവർ വളരെ 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 വിരളമായിരിക്കുമെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ വെളിപാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്ന്
കേട്ടോ. അവിടെ 7 കാഹളങ്ങൾ, ആ 7 കാഹളങ്ങൾ ഊതുകയാണ്. ഊതുമ്പോൾ ഭൂമിയിൽ പല പല ഭീകര ദുരിതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഒപ്പം ദൈവക്രോധത്തിൻ്റെ 7 പാത്രങ്ങൾ, ആ ബൗൾസ്, ആ പാത്രങ്ങൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന തകർച്ചകൾ, നാശങ്ങൾ. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 6 മുതൽ 20 വരെയും, വെളിപാട് പുസ്തകം 11-ാം അധ്യായം 15 മുതൽ 19 വരെയും, വെളിപാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഭീകര ദുരിതങ്ങളുടെ കാലം, 3-ാമത്തെ കാലം, അതെന്താണ്? അത് മനുഷ്യപുത്രൻ്റെ ആഗമന സമയമാണ്. ഇതിനുശേഷം നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളും. ഇത് കെട്ടുകഥയല്ല. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മുടെ കർത്താവ് രാജാതി രാജാവായി തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടു കൂടി ആഗതനാകുന്നതാണ്. എല്ലാ മിഴികളും അത് ദർശിക്കും, സകല ഗോത്രങ്ങളും അത് കാണും. അഹങ്കാരികൾ ഞെട്ടിവിറയ്ക്കും, ലോകം ഭയന്ന് വിറയ്ക്കും. എന്നാൽ കർത്താവിനെ സ്നേഹിച്ച ആത്മാക്കൾക്ക് അത് ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും വലിയ അനുഭവമായിരിക്കും. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായ പ്രത്യാശയോടൊന്ന് പാടിക്കേ. ആമേൻ, ആമേൻ കർത്താവേ. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. ജീസസ്, ജീസസ്. ആമേൻ. മനുഷ്യപുത്രന്റെ ആഗമന ദിനം, ആഗമന സമയം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. അതിൽ 29, 30, 31 വചനങ്ങൾ പ്രത്യേകം നമുക്കത് കാണാൻ പറ്റും. വെളിപാട് പുസ്തകത്തിൽ കൃത്യം അതിൻ്റെ ആ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നമ്മളത് കൃത്യമായിട്ട് കാണുകയാണ്. അപ്പം എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന പ്രധാനപ്പെട്ട 3 കാലങ്ങൾ. ഒന്ന്, ഈറ്റുനോവിൻ്റെ കാലം, വേദനകളുടെ ആരംഭം എന്ന് നമുക്ക് പരിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. 2-ാമത്തെ കാലം ഏതാണ്? ഭീകര ദുരിതങ്ങളുടെ കാലം. 3-ാം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യപുത്രൻ്റെ ആഗമനം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം. ഇതൊന്നും കെട്ടുകഥകളല്ല കേട്ടോ. ഇതൊന്നും മനുഷ്യനിർമ്മിതമായ സാങ്കല്പികമായ കഥകളല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ഇത് പ്രവചിച്ചിരിക്കുന്നു. സഭ 2000 വർഷമായി ഇത് വിശ്വസിച്ചു പോരുന്നു. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ഈ പ്രവചനങ്ങൾ ഈ നാളുകളിൽ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ വിശുദ്ധാത്മാക്കൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു, പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇത് വ്യക്തിപരമായ വെളിപാടുകളോ ഏതെങ്കിലും സെക്ടകൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു പ്രബോധന വിഷയമല്ല. ഇത് സഭയിൽ യഥാവിധി ഇനിയുള്ള നാളുകളിൽ പ്രഘോഷിക്കപ്പെട്ട് ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ട കാലമാണ് ഈ ഈറ്റുനോവിന്റെ കാലം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈറ്റുനോവിൻ്റെ കാലം, ഈ സമയത്തിൻ്റെ പ്രാധാന്യതയെ വിളിച്ചറിയിക്കുന്ന 4 അടിസ്ഥാന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ. 2, പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളിലൂടെ. 3, തിരുസഭയിലെ മാർപ്പാപ്പമാരുടെ പ്രസ്താവനകളിലൂടെ. 4, സഭയുടെ വിശുദ്ധാത്മാക്കളിലൂടെ. നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ സമയവും നമ്മൾ തിരിച്ചറിയണം. ഹെബ്രായ പുസ്തകം 1-ാം അധ്യായം 1ഉം 2ഉം വചനങ്ങൾ. നമ്മൾ ആദ്യം പരിശുദ്ധ ബൈബിളിൽ ഉള്ള ഈ സത്യങ്ങൾ അല്പം ഒന്ന് കാണാൻ പോവാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി
അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഈ അവസാന നാളുകളിൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ അവസാന നാളുകളിൽ, ഈ അവസാന നാളുകളിൽ, ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, ഈ അവസാന നാളുകളിൽ, ഈ അവസാന നാളുകളിൽ. എന്റെ സഹോദരങ്ങളെ, എന്താണ് ഈ അവസാന നാളുകൾ എന്ന് പറയുന്നത്? നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഭയചകിതരാകരുത്. ഇവിടെ അവസാന നാളുകൾ, അന്ത്യനാളുകൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കാൽവരി മരണത്തിലൂടെ, അവിടുത്തെ ഉത്ഥാനം, അവിടുത്തെ സ്വർഗാരോഹണം, അതുവഴിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നിവയിലൂടെ അന്ത്യകാലം ആരംഭിച്ചു കഴിഞ്ഞു. അന്ത്യനാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2000 വർഷമായി സഭ ഈ അന്ത്യനാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയം, ഈ അന്ത്യകാലത്തിൻ്റെ ഈ അവസാന നാളുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിന്റെ അവസാന നാളുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു സമയത്തിന് നമ്മൾ ഇന്നായിരിക്കുന്നത്. അതാണ് ഈറ്റുനോവിന്റെ കാലം. യേശു പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. ഈ അടയാളങ്ങൾ കണ്ട്, ലോകത്തിൽ നടമാടുന്ന ഈ സംഭവ വികാസങ്ങൾ കണ്ട്, എൻ്റെ ജനമേ, നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ ഭയചകിതരാകരുത്, നിങ്ങൾ സംഭ്രമിക്കരുത്. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ യോഹന്നാൻ സഭയെ പഠിപ്പിച്ചത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 18-ാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്ത്യക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും പറഞ്ഞേ, ഇത് അവസാന മണിക്കൂറാണ്. പറഞ്ഞേ, ഇത് അവസാന മണിക്കൂറാണ്. ഇതിന്റെ ഡ്യൂറേഷൻ എത്ര നേരം അത് നമുക്ക് ആർക്കും അറിയത്തില്ല, അത് കർത്താവിന് അറിയത്തുള്ളൂ. ഒരു കാര്യം നമുക്കറിയാം, ഇനി ഒരുപാട് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നില്ല. ഒരുപാട് നൂറ്റാണ്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ഇത് അവസാന മണിക്കൂറാണ്. ഒരു ഫൈനൽ അവറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഒന്ന് പ്രത്യാശയോടെ വിശ്വസിച്ച് പാടിക്കേ. നിനക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പിനായി നാഥൻ വരും. എന്റെ സഹോദരങ്ങളെ, അവസാന നാളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിന്റെ, ഈ ഒരു കാലത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മൾ വേണ്ടതുപോലെ തിരിച്ചറിയണം. അതാ യേശു പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? കാലത്തിന്റെ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? സഹോദരങ്ങളെ, ഇത് ഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും ജീവിക്കുവാനാണ് നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. എന്തിനു വേണ്ടി? നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകാതിരിക്കാൻ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ പറഞ്ഞത്? അവസാന നാളുകളിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ, പറഞ്ഞേ, അവസാന നാളുകളിൽ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. സഹോദരങ്ങളെ, ആ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വളരെ അതീവ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വെളിപാട് പുസ്തകം 22-ാം അധ്യായം 10-11 വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാ, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ.
നമ്മൾ പിന്നീടുള്ള ദിവസങ്ങൾ ഇത് ധ്യാനിക്കും. എന്നാൽ ഇപ്പോൾ ഇന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ, എന്നാൽ എൻ്റെ നീതിമാൻ, എൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ, എന്നെ സ്നേഹിക്കുന്നവർ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതിനാണ് ഈ ശുശ്രൂഷ. എൻ്റെ സഹോദരങ്ങളെ, ലൗകിക മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ഈ ലോകം കാട്ടിക്കൂട്ടുന്ന വെറിക്കൂത്തുകൾ കണ്ട് ഞാനും നിങ്ങൾ അസ്വസ്ഥരാകരുത്. നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോകരുത്. എൻ്റെയും നിങ്ങളുടെ മനസ്സ് കരിഞ്ഞു പോകരുത്. നമ്മുടെ ഹൃദയം ദുഷിക്കരുത്. കർത്താവ് പറയാ, പാപക്കര പുരണ്ടവൻ അവൻ അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പാപത്തിൽ ജീവിക്കട്ടെ, അവൻ പാപത്തിൽ കഴിയട്ടെ. പാപം ചെയ്യരുതെന്ന് പറയുന്ന കർത്താവ് ഇപ്പോൾ എന്താ പറയുന്നത്? പാപത്തിൽ കഴിഞ്ഞോ? എൻ്റെ സഹോദരങ്ങളെ, ഇത് മാനസാന്തരത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി നീതിയുടെ സമയം സമാഗതമാകാൻ പോവുകയാണ്. എൻ്റെ നീതിയുടെ സമയം അടുത്തു വരുന്നു എന്ന് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത, നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രാധാന്യം വേണ്ട വിധം തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് അവനോട് ഐക്യപ്പെട്ടുകൊണ്ട് കർത്താവിനെ പിൻപറ്റി അവൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ച് ജീവിക്കേണ്ട കൃപയുടെ സമയമാണിത്. സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? വീണ്ടും പത്രോസ്ലീഹ പറഞ്ഞു, താൻ എഴുതി 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ, 2 പീറ്റർ 3:3 എന്താ വചനം പറയുന്നത്? ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ആത്മവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. സഭയെ പരിഹസിക്കുന്ന, സഭയുടെ ശുശ്രൂഷകളെ പരിഹസിക്കുന്ന, ദൈവവചനത്തെ പരിഹസിക്കുന്ന, സുവിശേഷ മൂല്യങ്ങളെ പരിഹസിക്കുന്ന നിന്ദകര്, പരിഹാസകര് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ഇത് വ്യാഖ്യാനിച്ച് തരേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ, മറ്റ് വാർത്താ മാധ്യമങ്ങൾ നമ്മൾ എന്താ കാണുന്നത്? ഇതുപോലെ നിന്ദകരെ, പരിഹാസികള് പരിഹസിക്കുകയാണ് കർത്താവിൻ്റെ സഭയെ, കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ ശുശ്രൂഷകളെ ദുഷിക്കുന്നു, പരിഹസിക്കുന്നു അവസാന നാളുകളിൽ. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? വീണ്ടും പൗലോസ്ലീഹ സഭയെ പഠിപ്പിച്ചു. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 29-ാമത്തെ വചനം. അവിടെ എന്താ പൗലോസ്ലീഹ പറയുന്നത്? സഹോദരരെ, സമയം പരിമിതമാണ്, വളരെ പരിമിതമായ സമയം. വീണ്ടും വെളിപാട് പുസ്തകം 12:12 വരിക. ആവർത്തിച്ച് പരിശുദ്ധ വചനങ്ങളിൽ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ്. ചുരുങ്ങിയ സമയം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞ്, ചുരുങ്ങിയ സമയം. പോരാ, ഇത് ചങ്കിലോട്ട് കയറണം. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചു പറഞ്ഞ്, ചുരുങ്ങിയ സമയം. ടൈം ഈസ് ഷോർട്ട്. കണ്ടോ? ഷോർട്ട് ടൈം, ചുരുങ്ങിയ സമയം ഇനി അവശേഷിക്കുന്നുള്ള സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമ്മളെ തന്നെ ആത്മീയമായി ഒരുക്കുവാൻ, അനേകരെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. അപ്പോൾ പരിശുദ്ധ വചനങ്ങളിലൂടെ നമ്മളായിരിക്കുന്ന ഈ ഈറ്റുനോവിൻ്റെ കാലത്തിൻ്റെ പ്രാധാന്യം കർത്താവ് കാണിക്കുകയാണ്. നമ്മൾ അവസാന നാളുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അടുത്ത വർഷമോ അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മുടെ തലമുറയിൽ കർത്താവിൻ്റെ പ്രത്യാഗമനം സംഭവിച്ചാൽ നമ്മൾ ഒരുക്കമുള്ളവരാകണം. നമ്മൾ അനേകരെ ഒരുക്കണം, സഭയെ സജ്ജമാക്കണം. കർത്താവ് വരാതിരിക്കുകയോ അത് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളിപ്പോഴും തയ്യാറുള്ളവരാകണം. നമ്മുടെ കുടുംബങ്ങൾ ഒരുക്കമുള്ളവരാകണം. നമ്മുടെ കൂട്ടായ്മകൾ ഒരുക്കമുള്ള കൂട്ടായ്മകളാകണം. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക.
രണ്ടാമത്തെ ഒരു അടിസ്ഥാനമാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ. നമ്മളൊരു സത്യം മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അമ്മയുടെ സ്വന്തം വാക്കുകളല്ല, അത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇന്ന് സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ അമ്മ. അപ്പൊ പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾ അത് ത്രിയേക ദൈവത്തിന്റെ വാക്കുകളാണ്, സ്വർഗത്തിന്റെ പ്രവചനങ്ങളാണ്. അത് അമ്മ മാതാവിന്റെ സ്വന്തം വചനങ്ങളല്ല പ്രിയപ്പെട്ടവരെ. സഭയിൽ വലിയൊരു മിസ്റ്റിക്കാണ് വാസുല റീഡൻ. അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ അമ്മ മാതാവ് ഇപ്രകാരം തൻ്റെ സഭയ്ക്ക് ഈ ഒരു സന്ദേശം നൽകുകയാണ്. എന്താണ് അമ്മ പറഞ്ഞത്? നിങ്ങളിൽ അനേകർ അടയാളങ്ങൾ കണ്ടിരിക്കുന്നു, അവ കാലാവസാനത്തിന് അടയാളങ്ങളാണ്, ലോകാവസാനത്തിൻ്റെതല്ല. ഈ പാപ സംസ്കാരത്തിന് ദൈവം ഒരു അറുതി വരുത്തുക, അതാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. അവ ഒരു യുഗം അവസാനിക്കുന്നതിന് അടയാളങ്ങളാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ എല്ലാവരെയും യേശുവും ഞാനും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കേണപേക്ഷിക്കുന്നു. ഇനിയുള്ളത് ഉച്ചത്തിൽ വായിച്ച് എല്ലാവരും ഒന്നിച്ച് സ്വരമുയർത്തി പറഞ്ഞ്, എന്തെന്നാൽ സമയം അത്യാസന്നമായിരിക്കുന്നു, സമയം അത്യാസന്നമായിരിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശമാണ് വാസുല റീഡൻ എന്നുള്ള മിസ്റ്റിക്കിലൂടെ. എൻ്റെ മക്കളെ, സമയം അത്യാസന്നമായിരിക്കുന്നു. ആത്മീയ മന്ദതയിൽ ജീവിക്കാനുള്ള സമയമല്ല ഇത്. അലസതയിലും അനാസ്ഥയിലും കഴിയാനുള്ള സമയമല്ല ഇത്. ലോകത്തിന് ജഡമോഹങ്ങളിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കാനുള്ള സമയമല്ല ഇത്. ലൗകികരും ജഡീകരുമായി ജീവിക്കുവാനുള്ള സമയമല്ല ഇത്. അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിന്റെ ഇവാഞ്ചലൈസേഷന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, യുവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണ് ഈ ഒരു സമയമെന്ന് അമ്മ മാതാവ് നമ്മൾ അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. അമ്മ പറയുക, അമ്മയിലൂടെ നൽകപ്പെടുന്ന ഈ സന്ദേശങ്ങൾ അർത്ഥം മനസ്സിലാക്കണം സഹോദരങ്ങളെ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഇന്നോളം നൽകപ്പെട്ടിരിക്കുന്ന പ്രവചന സന്ദേശങ്ങളുടെ ഉള്ളടക്കം എന്താണ്? നമ്മളായിരിക്കുന്ന സമയത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒന്നിച്ചതൊന്ന് വായിക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനേകം പ്രവചന സന്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ലോകത്തിൽ പാപം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, സഭയിൽ പോലും സാത്താൻ നുഴഞ്ഞ് കയറി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കണം. ലോകം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, യേശുവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ദൈവപിതാവ് വലിയ ശിക്ഷാവിധികൾ ലോകത്തിന് നൽകും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ന്യായവിധിയിലൂടെ നമ്മൾ പോകേണ്ടി വരും, ദൈവത്തിൻ്റെ നീതിയിലൂടെ പോകേണ്ടി വരും. നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ പുനരാഗമനം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. സമയം അത്യാസന്നമായിരിക്കുന്നു. എത്ര കൃത്യമായിട്ടാണ് അറിയിക്കുന്നത്. എലിൻ ജോർജ് എന്ന് പറയുന്ന വലിയൊരു മിസ്റ്റിക്, അമേരിക്കക്കാരിയാണ് എലിൻ ജോർജ്. എലിൻ ജോർജിനെ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞെന്നറിഞ്ഞു? വായിച്ചേ നിങ്ങൾ. കുഞ്ഞുങ്ങളെ, വളരെ കുറച്ച് സമയം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. വളരെ കുറച്ച് സമയം, ചുരുങ്ങിയ സമയം, സമയം പരിമിതമാണ്, സമയം അടുത്തിരിക്കുന്നു. നമ്മൾ തിരുവചനങ്ങളിലൂടെ ഇത് കാണുകയായിരുന്നു. ഈ തിരുവചന സത്യങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയാണ് പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ അമ്മ മാതാവിലൂടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ സന്ദേശങ്ങളെ അവജ്ഞയോടെ കാണരുതേ. നമ്മളിത് അവഗണിച്ച് കളയരുതേ, നിസ്സാരമായി കണക്കാക്കരുത്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ഈ തലമുറയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയ
ഈ പ്രവചന സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലാഘവമായി കാണരുത്. നമ്മളിതിന് പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, അപജ്ഞയോടെ വീക്ഷിക്കരുത്. ഇത് നമ്മുടെ വീണ്ടെടുപ്പിനുള്ള സന്ദേശമാണ്. ജീസസ്, ജീസസ്, ജീസസ്. എലിൻ ജോർജിനോട് നമ്മുടെ അമ്മ പറഞ്ഞു, എന്തമ്മ പറഞ്ഞത്? അതിനാൽ നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ അന്ത്യകാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. അമ്മ പറഞ്ഞു, എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു വായിച്ചേ. എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, അമ്മ പറയാണ് അത് അടുത്തിരിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധ സഭയിൽ അമ്മ മാതാവിന്റെ പ്രതീക്ഷീകരണങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതും പ്രാധാന്യമുള്ള ഒരു പ്രതീക്ഷീകരണമാണ് മെജുഗുറിയായിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1981 കാലഘട്ടം മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പൊതുപ്രതീക്ഷീകരണങ്ങൾ അമ്മ നടത്തി. എന്നാൽ 2020 മാർച്ച് മാസത്തിൽ പരിശുദ്ധ അമ്മ വലിയൊരു മെസ്സേജ് ലോകത്തിന് കൊടുത്തു. തൻ്റെ സഭയോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് പറഞ്ഞു? അമ്മ പറയുകയാണ്, ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള എൻ്റെ ഒടുവിലത്തെ സന്ദർശനമാണ് മെജുഗുറിയായിൽ പ്രത്യക്ഷീകരണം. ഇനി സഭയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു പൊതുപ്രത്യക്ഷീകരണം ഉണ്ടാവുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. പരിശുദ്ധ അമ്മയുടെ പൊതുപ്രത്യക്ഷീകരണത്തിൻ്റെ അവസാന പ്രത്യക്ഷീകരണമാണ് മെജുഗുറിയായിൽ പ്രത്യക്ഷീകരണം. അമ്മ പറയാണ്, ഇനി മറ്റൊരു പ്രത്യക്ഷീകരണം ഉണ്ടാവുകയില്ല. തുടർന്ന് അമ്മ പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞത്? അമ്മ അത് ഡിസ്പ്ലേ ചെയ്യ. അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറയുകയാണ്, ഇപ്പോൾ കാണിച്ചത് ഒന്നുകൂടി കാണിക്കൂ. മാസം തോറുമുള്ള ദർശനങ്ങൾ ഇനി മുതൽ ഉണ്ടാകുകയില്ല. ഇനി മുതൽ ഉണ്ടാകുകയില്ല. 2020 മാർച്ച് മാസത്തിലാണ് അമ്മ ഇത് പറഞ്ഞത്. എലിൻ ജോർജിനോട് പറഞ്ഞു, എനിക്ക് പിൻവാങ്ങാനുള്ള സമയമായി. കാരണം എന്താ? ഈ ലോകത്തെ അറിയിക്കുവാനുള്ള സന്ദേശങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം അറിയിച്ചു കഴിഞ്ഞ സഹോദരങ്ങളെ, ഇനി വേറെ സന്ദേശം അറിയിക്കാനില്ല. അമ്മ പറയാണ്, എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം നമ്മൾ. ഇപ്പം രണ്ടാമത്തെ ഒരു സ്ഥിരീകരണമാണ് പരിശുദ്ധ അമ്മ മാതാവിനോട് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ. മെജുഗുറിയായിൽ എല്ലാ മാസവും നടക്കുന്ന പൊതുപ്രത്യക്ഷീകരണം ഇല്ല സഹോദരങ്ങളെ. അമ്മ പറഞ്ഞു, എനിക്ക് പിൻവാങ്ങാനുള്ള സമയമായി. മൂന്നാമത്തെ ഒരു അടിസ്ഥാന സ്ഥിരീകരണമാണ് നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ ഈറ്റുനോവിൻ്റെ കാലം. ഈ കാലത്തിൻ്റെ ഈ സമയത്തിൻ്റെ പ്രാധാന്യതയെ വിളിച്ചറിയിക്കുന്ന മൂന്നാമത്തെ ഒരു സ്ഥിരീകരണമാണ് സഭയുടെ മാർപ്പാപ്പമാരുടെ പ്രസ്താവനകൾ. പരിശുദ്ധ പിതാക്കന്മാരുടെ മാർപ്പാപ്പമാരുടെ പ്രസ്താവനകൾ. സഭയിൽ മഹാനായ മാർപ്പാപ്പയായിരുന്നു ലയോ 13 മാർപ്പാപ്പ. ലയോ 13 മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ വിവേചിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്കൊരു ഭീകര ദർശനമുണ്ടാകുന്നു. നമുക്കറിയാം, തുറന്നുള്ള ദിവസങ്ങൾ നമ്മളതൊക്കെ കാണും. അവിടെ മാർപ്പാപ്പ കണ്ടത് എന്താണ്? യേശുവും സാത്താനും തമ്മിലുള്ള സംഭാഷണത്തെപ്പറ്റി ലയോ 13 മാർപ്പാപ്പയ്ക്കുണ്ടായ ദർശനം. ആ ദർശനത്തിന് ശേഷമാണ് വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് സഭയെ മാർപ്പാപ്പ സമർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ആത്മാവിൽ പ്രേരിതനായി ലയോ 13 മാർപ്പാപ്പ രചിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പം ലയോ 13 മാർപ്പാപ്പയ്ക്കുണ്ടായ ദർശനം ഈ കാലത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയിക്കുന്നതാണ്. ഈ സമയത്തിൻ്റെ പ്രാധാന്യം നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണമാണ്. രണ്ടാമത് 10 പിയൂസ് മാർപ്പാപ്പയാണ്. സഭയിൽ വിശുദ്ധനായൊരു മാർപ്പാപ്പയാണ് 10 പിയൂസ് മാർപ്പാപ്പ. 10 പിയൂസ് മാർപ്പാപ്പ എന്താണ് ഈ കാലത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞത്? ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ദുഷ്ടത ലോകാവസാനത്തിന് മുൻപായി, യുഗാന്ത്യത്തിന് മുൻപായി സംഭവിക്കാനിരിക്കുന്ന
ശോചനീയമായ അവസ്ഥകളുടെ ആരംഭമാണ്. ഇത് അവിചാരിതങ്ങളല്ല, അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല. ലോകത്തിന് ഇപ്പോഴത്തെ ദുഷ്ടത, അനീതി, അക്രമം, മ്ലേച്ഛത, ദൈവനിഷേധം, പീഡനങ്ങൾ, പാപമ്ലേച്ഛതയുടെ അതിപ്രസരം, ഇതൊന്നും അവിചാരിതങ്ങളല്ല എന്ന് മാർപ്പാപ്പ പറയുക. ഇതൊക്കെ അവസാന നാളുകളുടെ അന്ത്യകാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണെന്ന് 10-ാം പീയൂസ് മാർപ്പാപ്പ അന്നത്തെ സഭാമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും 12-ാം പീയൂസ് മാർപ്പാപ്പ വളരെ ശക്തനായൊരു മാർപ്പാപ്പയായിരുന്നു. 12-ാം പീയൂസ് മാർപ്പാപ്പ എന്താണ് ഈ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞത്? ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള കഷ്ടപ്പാടുകളെ നേരിടാൻ മാനവരാശി ഒരുങ്ങണം. പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും ദുരൂഹമായ പീഡനങ്ങളായിരിക്കും അത്. ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത പ്രചാരമായതും കൈപ്പേറിയതും ക്രൂരവുമായ യുദ്ധത്തിൻ്റെ, അക്രമത്തിൻ്റെ മണിക്കൂറുകൾ ആഗതമായിരിക്കുന്നു. ഇന്ന് ലോകം മുഴുവനിലേക്ക് നമ്മൾ നോക്കൂ. ലോകം വലിയൊരു അസമാധാനത്തിലാണ്. വളരെ കലുഷിതമായൊരു സാഹചര്യം. സമാധാനമില്ല പ്രിയപ്പെട്ടവരെ. പല ലോകരാജ്യങ്ങളും യുദ്ധഭീഷണിയിലാണ്. പലരും യുദ്ധക്കെടുതികളിലാണ്. ലോകം വല്ലാത്തൊരു ഭയപ്പാടിലാണ്. മറ്റൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ? ലോകം ഇന്ന് ആശങ്കപ്പെടുന്നു. 12-ാം പീയൂസ് മാർപ്പാപ്പ ആത്മാവിൽ പ്രേരിതനായി പറഞ്ഞു, നമ്മൾ വലിയ അക്രമത്തിൻ്റെയും വലിയ യുദ്ധത്തിൻ്റെയും ഭീഷണിയിലാണ്. മുൻപിലാണ് ലോകം, മാനവകുലം നിൽക്കുന്നത്. നമ്മളായിരിക്കുന്ന ഈ സമയം മനസ്സിലാക്കണം. ഇനി നമ്മളിങ്ങനെ ഇതൊന്നും തിരിച്ചറിയാത്ത ലൗകികരായി ജീവിക്കാനുള്ളവരാണോ? ഈ അടയാളങ്ങളുടെ ദൈവം നൽകുന്ന ഈ മുന്നറിയിപ്പുകളും സന്ദേശങ്ങളും തിരിച്ചറിയാത്ത വിധം അന്ധരാണോ നമ്മൾ? അജ്ഞരാണോ നമ്മൾ? അല്ല സഹോദരങ്ങളെ, ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനാ ഷെക്കൻഡ് ന്യൂസിലൂടെ ഈ ഒരു 40 ദിന ശുശ്രൂഷ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലത്തെ വിവേചിച്ചുകൊണ്ട് എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് വായിക്കാം. മാനവരാശി കടന്നുപോയിട്ടുള്ളതിൽ വെച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഘടനത്തിന് മുന്നിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. സഭയും എതിർ സഭയും തമ്മിലും എതിർ സുവിശേഷവും തമ്മിലുമുള്ള അവസാന ഏറ്റുമുട്ടലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ സഭയ്ക്ക് തരുന്നൊരു പ്രവചനമാണ്. സഭയും എതിർ സഭയും തമ്മിലും സുവിശേഷവും എതിർ സുവിശേഷവും തമ്മിലുള്ള അവസാന ഏറ്റുമുട്ടലാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയമാണിത്. ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്. അനുതപിക്കുവാനുള്ള സമയമാണ്. സുവിശേഷവൽക്കരണത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാകുവാനുള്ള സമയമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കോട്ട കെട്ടുവാനുള്ള സമയമാണിത്. കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള സമയമാണിത്. നമ്മുടെ യുവജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സമയമാണിത്. യെസ്, ദിസ് ഈസ് ടൈം ഫോർ ദി ഇവാഞ്ചലൈസേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറയേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സമയം തിരിച്ചറിയാതെ പോകരുതേ. ഈ സമയം തിരിച്ചറിയാതെ പോകരുതേ. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത നമ്മൾ അറിയണം സഹോദരങ്ങളെ. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് നോക്കാം. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ കർദിനാളായിരിക്കുന്ന സമയത്ത് സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ഒരു പുസ്തകമുണ്ട്. സഭ ചെറുതാകും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിൽ. ഇവിടെ മാർപ്പാപ്പ പറയാണ്, സഭ വളരെ രൂക്ഷമായ സമയങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തീർച്ചയാണ്. യഥാർത്ഥ പ്രതിസന്ധി ആരംഭിച്ചതേയുള്ളൂ. തുടർന്ന് മാർപ്പാപ്പ പറയാ, അസ്വസ്ഥജനകമായ പരിവർത്തനങ്ങൾ ഇതിന് തെളിവുകളാണ്. എന്നാൽ അവസാനം എന്ത് ശേഷിക്കും എന്നതിലും എനിക്ക് തുല്യ ഉറപ്പുണ്ട്. അത് വിശ്വാസത്തിൻ്റെ സഭയായിരിക്കും.
ഇപ്പം സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സഭയിൽ പലവിധ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് കണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത്, നമ്മൾ പരിഭ്രമിക്കരുത്. കർത്താവ് പറഞ്ഞു ഇതെല്ലാം ചില ആരംഭങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട പണിയണം. സഭയെ നമ്മൾ ശക്തീകരിക്കണം, സഭയെ നമ്മൾ ചേർത്ത് പിടിക്കണം. സഹോദരങ്ങളെ, സഭയുടെ ശിരസ്സ് കർത്താവാണ്. കർത്താവിന് അസാധ്യമായ യാതൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവസാന വിശ്വാസത്തിന്റെ സഭ വിജയിക്കുമെന്നതിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് ഒരു പ്രവാചക ശബ്ദത്തോടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭാമക്കളോട് പറയുകയാണ്. ഇവരെല്ലാം ഈ കാലത്തിൻ്റെ, നമ്മളായിരിക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും തിരിച്ചറിഞ്ഞവരാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ കാലുബന്ധം നായയെ പോലെ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ജഡീകതയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നൈമിഷികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഈറ്റുനോവിൻ്റെ കാലം. നമുക്കതിനായിട്ടൊരുങ്ങാം. അവസാനമായി സഭയിലെ വിശുദ്ധരെ, അസീസിൽ ഫ്രാൻസിസ് പിതാവ് എന്താണ് ഈ കാലത്തെക്കുറിച്ച് പറഞ്ഞത്? പ്രവചനാത്മാവിൽ അസീസിൽ ഫ്രാൻസിസ് പറയാണ്, വലിയ പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും സമയം വേഗത്തിൽ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മീയവും ലൗകികവുമായ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഭ്രമങ്ങളും പെരുകും. അനേകരുടെ മനസ്സാക്ഷി തണുത്തുപോകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ദുഷ്ടരിൽ ദ്രോഹചിന്ത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിത് കാണുകയാണ്. മനസ്സാക്ഷി കരിഞ്ഞുപോയ മനുഷ്യരെ, മനസ്സാക്ഷി ഇല്ലാത്തവരെ, ക്രൂരന്മാരെ, ആത്മനിയന്ത്രണമില്ലാത്തവരെ, ഇന്ന് എന്തൊക്കെയോ പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. അസീസിൽ ഫ്രാൻസിസ് പറഞ്ഞു, ദ്രോഹചിന്ത, ക്രൂരചിന്തകൾ പെരുകും, വർദ്ധിക്കും. നമ്മളിത് കണ്ട് അസ്വസ്ഥരാകരുത്. ഇതെല്ലാം ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്, കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പീണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. ഒന്ന് വിശ്വസിച്ച് പ്രത്യാശയോടെ പറഞ്ഞേ, നിനക്കാത്ത നേരത്ത് മിന്നൽ പീണർ പോലെ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുക്കമുള്ളവരാണോ? ഒന്ന് വ്യക്തിപരമായി നമുക്കൊരുങ്ങാം. 2, ഈ കാലഘട്ടത്തിൽ തലമുറയെ കർത്താവിനായി നമുക്കൊരുക്കാം. ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് തുറന്നു വരുന്ന ദിനങ്ങളിൽ, ശുശ്രൂഷകളിൽ നമ്മൾ വളരെ ഒരുക്കത്തോടെ, ആഗ്രഹത്തോടെ പങ്കെടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ചെറിയൊരു വാക്ക്, ഈ ശുശ്രൂഷ നിങ്ങൾ അനേകരോട് പങ്കുവയ്ക്കണം. ഷെക്കൻ ന്യൂസിൽ നിന്ന് ഇവിടെ നിന്ന് അയക്കുന്ന ഇതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. ബന്ധുമിത്രങ്ങൾ, പരിചയക്കാർ, ഉപകാരികൾ, അവർക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുക്കുക. അനേകർ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. കർത്താവിൻ്റെ സഭയിൽ ഇത് വലിയൊരു ഉണർവായി മാറണം. ഒരു വലിയ ഉണർവിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ അഭിഷേക തരംഗമായി ഈ ശുശ്രൂഷ മാറുവാൻ നിങ്ങളേവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും പ്രത്യേകമായി ഈശോയുടെ നാമത്തിലെ സ്നേഹത്തോടെ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 4 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ ശുശ്രൂഷയ്ക്കുള്ളത്. 1, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, യുവജനങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയാണ്. അവരുടെ ആത്മാക്കളുടെ രക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ നശിച്ചു പോകരുത്. അവർ സഭയ്ക്കും സമൂഹത്തിനും കർത്താവിൻ്റെ രാജ്യത്തിന് അനുഗ്രഹങ്ങളായി മാറണം. 2, കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ്. നമ്മുടെ കുടുംബങ്ങൾ വല്ലാത്ത തകർച്ചയിലും നാശത്തിലുമാണ്. എത്ര കുടുംബങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം. 3-ാമത്തെ നിയോഗം നമ്മുടെ സഭയുടെ നവീകരണമാണ്. സഭയെ ഒരുപാട് സ്നേഹിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം, സഭയെ ബലപ്പെടുത്തേണ്ട സമയം, സഭയോടൊപ്പം ഒന്നിച്ചു നിൽക്കേണ്ട സമയം. സഭാ നവീകരണമാണ് ഈ ശുശ്രൂഷയുടെ 3-ാമത്തെ നിയോഗം. 4-ാമത്തെ നിയോഗം വേൾഡ് ഇവാഞ്ചലൈസേഷൻ ആണ്.
എല്ലാ ജനതകളും കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കണം. ഈശോയെ കണ്ടുമുട്ടണം. ഈശോയെ ഏക രക്ഷകനായി സ്വീകരിക്കണം. ഏക കർത്താവായി ഏറ്റുപറയണം. ലോക സുവിശേഷവൽക്കരണം. അതിനോടൊപ്പം തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും അവർ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ ശുദ്ധീകരണ ആത്മാക്കളെയും സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ അനേകരുടെ ഇത് പങ്കുവെക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈശോ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കാണിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക. അതിൽ കാണിക്കുന്ന മെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്കത് അയക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നാളെ മുതലേ ഇവിടെ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യും. ആ നമ്പറിൽ ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇതിനോട് ബന്ധപ്പെട്ട നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ സമർപ്പണവും നിങ്ങൾക്ക് അത് സാക്ഷ്യപ്പെടുത്താം. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് അതിനുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരികയും ചെയ്യും.